ഒരുപാട് കാലമായി നമ്മൾ ബൈക്ക് പുറത്തേക്ക് ഇറക്കിയിട്ട്. കാരണം നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് ഇത് ആരും ഓടിക്കാറില്ല. കണ്ടില്ലേ, സീറ്റൊക്കെ കീറിയാണ്ട് പൂച്ചന്റെ പണിത്. നമ്മളെ ബൈക്കിന് ഡിക്ലി എന്നൊരു പേരുണ്ട്. ആ പേരെങ്ങനെ വന്നു പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം. നമ്മളൊന്ന് വണ്ടി കഴുകാന്ന് വെച്ച്, കാരണം ഫുള്ള് ചളിയും പൊടിയാണ്. അപ്പൊ അതിനെ വണ്ടി കൈകൾ സ്റ്റാർട്ട് ചെയ്ത് ഇനി ഫുള്ള് ഇതിമ തന്നെ ആയിരിക്കും. അപ്പൊ പിന്നെ ഒന്ന് വൃത്തിയാക്കാന്ന് വെച്ച്, പിന്നെ അടുക്കളയിൽ നല്ല സ്മെല്ല് നോക്കിയപ്പോ ഉമ്മ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാണ്. അപ്പൊ പിന്നെ കസിൻസ് എല്ലാരും വന്ന്, നമുക്ക് പിന്നെ ഒരു പുണ്ടിക്ക് കസിൻസ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ എല്ലാരും പറഞ്ഞ് സൊറ പറഞ്ഞിരിക്കുക. പിന്നെ ഉമ്മാനെ നമ്മളിങ്ങനെ കുറച്ചു നേരം നോക്കി നിന്നാണ് സഹായിച്ച്, എന്തൊക്കെ ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണേന്നൊക്കെ. നമുക്ക് ഇതൊക്കെ അറിയാം. പിന്നെ എന്നാലും ഉമ്മ ഉണ്ടായിക്കോട്ടെ ഇത് തന്നെ ഉമ്മക്ക് വേണ്ടി വിട്ടുകൊടുത്തേണ്, എന്താ ചെയ്യണേ. അങ്ങനെ എല്ലാം റെഡിയായി. അവസാനത്തെ ഗ്രേവി റെഡിയായി ഫ്രൈഡ് റൈസിനല്ലേ. പിന്നെ ഇങ്ങനെ കാത്തിരിപ്പായി, ഇത് എപ്പോൾ വിളമ്പുന്നില്ല. അതിന്റെ ഇടയ്ക്ക് എല്ലാരും പാടുന്നത് തന്നെ പരിപാടി പെസ് കളിച്ച. നമ്മുടെ ഫാമിലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാരും പെസ്സിന് അഡിക്റ്റ് ആണ്. ഡെയിലി നല്ല വാശിയേറിയ പോരാട്ടങ്ങളായിരിക്കും, എന്താ ചെയ്യണം. അങ്ങനെ ഫ്രൈഡ് റൈസ് റെഡിയായി. അങ്ങനെ അത് പോയി കഴിക്കാൻ വേണ്ടിയാണ് ഉമ്മ വിളിച്ചു. അങ്ങനെ പോയി കഴിച്ച് ഇതാക്കണം, എല്ലാവരും ഉണ്ട് കഴിക്കാൻ. എല്ലാവരും തന്നെ പരിപാടി. യുദ്ധം തുറത്തിയ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, ഫുള്ള് തീറ്റന്നെ, തീറ്റ. കണ്ടില്ലേ എന്തൊക്കെ കാട്ടുന്ന ആർക്കും ഒരു ഐഡിയ ഇല്ല, അതാണ് അവസ്ഥ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഉമ്മ നല്ല അടപ്പായസം ഉണ്ടാക്കിയിരുന്നു, അത് കുടിച്ചു. ഇതാക്കണോ, കണ്ടില്ലേ മോന്തി കുടിച്ചണോ. ഇപ്പം പിന്നെ ഷുഗർ ഡയറ്റ് ആണ്, ഇത് കുടിച്ചണോ വേണ്ടെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ശാസനം കുടിച്ചു.